ആർ.ഡി. മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളാണ്. ഒരു വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 60% കാര്യങ്ങളും വരുന്നത് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വാഹനം സുഖകരമായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സുകൾ കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ ലോഗോ കണ്ടില്ലേ, ഇത് ഹുണ്ടായിൻ്റെ ലോഗോയാണ്. ഈ ഒരു ലോഗോ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നേരെ വരുന്ന ഒരു രൂപത്തിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് സ്റ്റിയറിങ്ങിൻ്റെ. ഇതിപ്പോൾ ടയർ കറക്റ്റായിരിക്കും, നേരെ ആയിരിക്കും ടയർ ഇപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ നമ്മളിപ്പോൾ ഒരു സിറ്റിംഗ് ഇരുന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടയർ നേരെയാണോ, ഒരു സ്റ്റിയറിങ് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്ത് പോയത് ചിലപ്പം വളഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആണ് ടയർ കിടക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുമ്പം തന്നെ ജസ്റ്റ് അടുത്തുള്ള മതിലോ കാര്യങ്ങളിലൊക്കെ ഇടിച്ചിട്ടായിരിക്കും നമ്മളറിയുക വണ്ടി ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിങ് എവിടെ ഉണ്ട് എന്നുള്ളത് നോക്കുക. പിന്നെ പലപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടാകുന്നത് എങ്ങനെ സ്റ്റിയറിങ് പിടിക്കണം. ചില ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് ഓടിക്കുന്ന, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഓടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു നോർമലി നമുക്ക് ഒരുപാട് പ്രഷറുകൾ കൊടുത്തിട്ടല്ല നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലായിട്ട് ഇത് ഒരു ആയാസകരമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രഷർ എടുത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം പുതിയ വണ്ടികളൊക്കെ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പഴയ മോഡൽ വണ്ടികൾ വളരെ ചുരുക്കമാണ് ഉണ്ടാവുക. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികൾ ചുരുക്കമായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്ക് ഒരൊറ്റ റൗണ്ട് തന്നെ ഈ ഒരു റൗണ്ടിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളെ മെയിൻ വളവ്, അത്യാവശ്യം വലിയ വളവുകളൊക്കെ ഈ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് തിരിഞ്ഞു കിട്ടും. അതേപോലെ ഓപ്പോസിറ്റ് തിരിക്കുകയാണെങ്കിലും ഈ ഒരു പൊസിഷനിൽ തന്നെ തിരിഞ്ഞു കിട്ടും. അപ്പോൾ അത് നിങ്ങളെ കംഫർട്ട് ഏതാണോ ആ രൂപത്തിൽ നിങ്ങൾ സ്റ്റിയറിംഗ് പിടിക്കുക. ഈ ഒരു സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചാൽ കുറച്ചുകൂടി ബെറ്ററാണ്. എൻ്റെ ഒരു സൗകര്യത്തിനാണ് ഞാനിത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രൂപത്തിൽ പിടിക്കാം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും, അതേപോലെ ഇങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഗിയർ മാറ്റുന്ന സമയത്ത് നമുക്കൊരു പൊസിഷനായിട്ട് ഇവിടെ ഈ റൈറ്റ് സൈഡ് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയാം. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം വണ്ടീൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ എങ്ങനെയൊക്കെ വരണം, പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വണ്ടി റോട്ടിലൂടെ ഓടിച്ചു നോക്കാം. അപ്പം നമുക്ക് ഡ്രൈവിങ് എങ്ങനെ റോട്ടിലൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഫസ്റ്റ് ഗിയറിലിട്ടു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടി കറക്റ്റ് പൊസിഷനിലാണ് ഈ ഒരു സ്റ്റിയറിങ്ങിൽ. ഇപ്പോൾ ചെറിയൊരു വളവാതാ മുമ്പിൽ വരുന്ന. അപ്പം ചെറുതായിട്ടാണ് ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് ഓടിച്ചു. അപ്പോൾ അത് തന്നെ നേരെ തന്നെ വളവ് കയ്യെ ഞാൻ നേരാക്കി വണ്ടി. പിന്നെ നമുക്കൊരു ഈ ഒരു സ്റ്റിയറിങ് പിന്നെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറൊരു വളവെത്തി. അവിടെ നോക്കൂ, പിന്നെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അത് രണ്ടും ഓടിച്ചു, നേരാക്കി, വീല് നേരാക്കി. ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നു സ്റ്റിയറിങ്. അപ്പം നമുക്ക് പല ആളുകളും ഈ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഈ സ്റ്റിയറിങ് കൺട്രോൾ നേരെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സിസ്റ്റത്തിൽ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള റോഡ്, പുതിയ റോഡുകൾ രണ്ട് സൈഡും ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത റോഡാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഈ രണ്ട് വരയുടെ ഇടയിൽ കൂടി മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയറായി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇങ്ങനെ സൗണ്ട് വരും. നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഒരു സൗണ്ട് വരും. അപ്പം നമ്മളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും റൈറ്റിലേക്ക് പോയപ്പോൾ ഒരു സൗണ്ട് വരുമ്പോൾ വണ്ടി കുറച്ച് മാറിയിട്ടുണ്ടെന്ന്. അതേപോലെയാണ് ലെഫ്റ്റിലേക്ക് നമ്മൾ വണ്ടി ചെറിയ രൂപത്തിൽ ഇറങ്ങുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതാ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള പുതിയ റോഡുകളിൽ ഇപ്പം മോർണിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത റോഡുകൾ നോക്കിയിട്ട്
ഡ്രൈവിംഗ് പരിശീലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയറായിട്ട്, അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സ്റ്റിയറിംഗ് കൺട്രോൾ റെഡി ആകാത്തവർ ഇതുപോലുള്ള റോഡുകളിലൂടെ ഒന്ന് കാര്യങ്ങൾ ആദ്യമായിട്ട് പരിശീലിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം, ഒരു ട്രെയിനിൻ്റെ സൗണ്ട് പോലുള്ളൊരു സൗണ്ടാണ് വരുന്നത്. ശരിക്കും ഈ ഒരു നമ്മൾ സീബ്ര ലൈൻ ഇട്ടതിൻ്റെ മുകളിൽ ഈ ഒരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ടയർ കയറുമ്പോൾ ഒരടി, ടക്ക് 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 എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. അത് ആ ഒരു അടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആണോ വണ്ടി പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങൾ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാനിതാ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ 4th ഗിയറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ വളവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ചെറുതായിട്ട് ചെറിയ രൂപത്തിൽ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് നേരെ ആക്കിയിട്ട് പോവുകയാണ്. ഇപ്പോൾ അതൊരു അമ്പ് വരികയാണ്. അമ്പിലേക്ക് നമ്മൾ 2nd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അമ്പ് ചാടി ചെറിയൊരു വളവ് വന്നു. അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് സ്റ്റിയറിംഗ് ഒന്ന് ഒടിച്ചു. ഇപ്പോൾ വീണ്ടും നേരെ ആക്കി. അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഒരു ഡ്രൈവർ, നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ. അത് സ്റ്റിയറിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. നല്ലൊരു ഗുരുനാഥനെ കണ്ട് ഗുരുദക്ഷിണൊക്കെ കൊടുത്ത് എൻ്റെ അടുത്തൊക്കെ വരണ്ട കേട്ടോ, ഞാനത് ചുമ്മാ പറഞ്ഞ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എടുത്തുന്ന ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുക. അല്ലാതെ മുറി വൈദ്യവും അല്ലെങ്കിൽ മുറി ഡ്രൈവിങ്ങും പഠിച്ച് ഇങ്ങനെ നമ്മൾ റോട്ടിൽ ഇറങ്ങരുത്. അത് നമുക്ക് ഗുണത്താലേറെ ദോഷം ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ അത് അവിടെ ഒരു വളവ് വന്നു, ഞാനിതാ ഓടിച്ചു. വീണ്ടും ഞാൻ നേരെ ആക്കി. പിന്നെ അതാ ലെഫ്റ്റിലേക്ക് പിന്നെയും ഒരു ചെറിയൊരു വളവ് വരികയാണ്. അവിടേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ചു. ഇപ്പോൾ അതാ വീണ്ടും ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു വളവ് കാണുകയാണെങ്കിൽ നമ്മളതിൻ്റെ ജസ്റ്റ് കുറച്ച് മുന്നേ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് സ്റ്റിയറിങ് ഒന്ന് ഏത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ തുടങ്ങണം ചെറുതായിട്ട് ഓടിക്കൽ. ഇപ്പോഴുള്ള വണ്ടികളൊക്കെ എല്ലാ വണ്ടികളും പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ഒരു തിരിയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും സൈഡിലുള്ള ഏതെങ്കിലും കാവേലോ ബാക്കിയുള്ള ഇടത്തൊക്കെ പോകും. അപ്പോൾ ഒരുപാട് നമ്മളങ്ങ് ഒടിച്ച് കളയരുത്. നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച് വരുന്ന ആളുകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കരുത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഗ്രൗണ്ടിൽ കാര്യങ്ങളിലൊക്കെ പോയിട്ട് അത് സ്റ്റിയറിങ് ഏകദേശം അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു പൊസിഷന്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റോട്ടിലിറങ്ങിയിട്ട് നമ്മൾ ഒരു വണ്ടി ഓടിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിങ് നമ്മൾ വണ്ടി സ്പീഡ് കൂടുന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ സ്പീഡിൽ അഥവാ വലിയ വളവ് കാര്യങ്ങളൊക്കെ എത്തുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? വണ്ടി ഒന്ന് സ്ലോ ആക്കണം. എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഡൗൺ ചെയ്ത് വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, സ്റ്റിയറിങ് തിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരേ സ്പീഡിൽ പോയി ചിലപ്പോൾ സ്റ്റിയറിങ് അങ്ങനെ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മറിയാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അത് എല്ലാ സമയവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിതാ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ചെറിയ വളവാണ്. അവിടുന്ന് ഞാൻ സ്റ്റിയറിങ് കുറച്ച് ഒടിച്ചു, ലെഫ്റ്റിലേക്ക് ഒടിച്ചു. പിന്നെ റൈറ്റിലേക്ക് ചെറിയൊരു കേവ് വരികയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റൈറ്റിലേക്ക്. ഇപ്പോൾ വണ്ടി വീണ്ടും നേരെയായി, നേരെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ റോഡ് നേരെ പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിയറിങ് നേരെയാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ കേവിന് നമ്മൾ ചെറുതായിട്ട് ഓടിച്ചാൽ മതി. വലിയ വളവുകൾ വരികയാണെങ്കിൽ നമ്മൾ വലിയ രൂപത്തിൽ വണ്ടി ഓടിക്കേണ്ടതുണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു യൂ ടേൺ എടുത്ത് നോക്കാം. സ്റ്റിയറിങ് എങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്യാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു. ലെഫ്റ്റിലേക്ക് ഒരു റൗണ്ട് ഓടിച്ചു, ഫുൾ റൗണ്ട്, 1.5 റൗണ്ട് ഞാൻ ഓടിച്ചു. ഇപ്പോൾ വീണ്ടും വണ്ടി നേരെ ആക്കി. ഇനിയിപ്പോൾ ഞാൻ റിവേഴ്സ് ചെയ്യാണ്. റിവേഴ്സിലേക്ക് ഇട്ടു. അപ്പോൾ 2 മിററും നോക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഒരു റൗണ്ട് ഓടിച്ചു.
സെക്കൻഡ് റൗണ്ട് ഓടിച്ചു. ഇപ്പോൾ വീണ്ടും ഞാനിതാ ലെഫ്റ്റിലേക്ക് തന്നെ നേരെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുള്ളായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ വണ്ടി സ്റ്റഡി ചെയ്യും. വണ്ടി കറക്റ്റ് പൊസിഷനിലേക്ക് തന്നെ ഞാൻ എത്തിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ വണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓടിച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഒഴിഞ്ഞ റോഡുകളിൽ അതേപോലെ പിന്നെ ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിൽ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോൺഫിഡൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പേടി എന്നുള്ളൊരു സാധനം നമ്മൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിൽ പോയി പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഗ്രൗണ്ടുകളിൽ പോവുക, അവിടുന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാര്യം പേടിക്കാനില്ല. നമുക്കിപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും വണ്ടി ഓടിക്കാം. എവിടെയും തട്ടാനോ മുട്ടാനോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിയറിങ് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റിയറിങ്ങിനോടുള്ളൊരു പേടി അത് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫസ്റ്റ് ഇതുപോലുള്ളൊരു ഗ്രൗണ്ടിൽ വരിക. ഇത് പിന്നെ സ്റ്റിയറിങ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിക്കാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും തിരിച്ച് കളിച്ച് എന്താ പറയുക സ്റ്റിയറിങ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതൊക്കെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിതാ റൈറ്റിലേക്ക് ഇങ്ങനെ ഓടിക്കുന്നു, പിന്നെ അതാ വീണ്ടും നേരെ ആക്കുന്നു. ഇപ്പം നേരായി വണ്ടി. അപ്പോൾ ഇപ്പോൾ അതാ ലെഫ്റ്റിലേക്ക് ഇതാ ഓടിക്കുന്നു. ഇതിപ്പോൾ 1.5 റൗണ്ട് ഫുള്ളായിട്ട് ഒടിഞ്ഞ് വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് പോവാണ്. ഈ ഒരു രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ്, കാരണം കറക്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ളൊരു ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ട് കയറ്റി കാണിച്ചാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്തൊക്കെ സ്കൂൾ ഗ്രൗണ്ട് അങ്ങനെയുള്ള ഗ്രൗണ്ടുകളുണ്ടാവും, കളിക്കുന്ന ഗ്രൗണ്ടുകളൊക്കെ. അവിടെയൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പോയിട്ട് രാവിലെ നേരത്തെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തിയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഒരു സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്താം. കാരണം സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ റോട്ടിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഉള്ള കാര്യങ്ങളിലൊരു പേടി ആളുകൾക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് സ്റ്റിയറിങ്ങിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ മാനസികമായിട്ട് അതിന് തയ്യാറെടുത്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റിയറിങ് പഠിച്ചെടുക്കുക. കുറേ കാര്യങ്ങൾ പിന്നെ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു നമ്മൾ. പിന്നെ കൺട്രോള് അതേപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ പറയാൻ മറന്നു പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ അടുത്തൊക്കെ ഫോണിൽ ഗെയിം ഉണ്ടാവും. കാർ റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിമുണ്ട്. അത് നമ്മുടെ ഫോണിൽ പിന്നെ ഒരു സൈഡിലേക്ക് ചരിച്ച് കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ പോയി സൈഡിൽ പോയി ഇടിക്കും. അതേപോലെ വേറൊരു സൈഡിലേക്ക് ചരിച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് പോയി ഇടിക്കും. അപ്പോൾ നമ്മളിത് പൊസിഷനായിട്ട് ഫോൺ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ പോകുന്നുള്ളൂ. അത് പിന്നെ വണ്ടി വളയ്ക്കുകയാണെങ്കിൽ വണ്ടി അത് ഫോൺ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റിയറിങ്ങിനെ കുറിച്ച് ഒരു അവബോധം കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെയാണ് നമ്മുടെ മാളുകളിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം സെക്ഷൻ ഉണ്ട്. അവിടെ ഈ ഒരു സംവിധാനം ഉണ്ട്. അവിടെ സ്റ്റിയറിങ് അടക്കം നമുക്ക് കിട്ടും. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സിറ്റിംഗ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് വണ്ടി ഒരു റേസ് ഗെയിമാണ് സംഭവം. പക്ഷേ ഒരു പഠിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നൊരു സാധനമാണത്. അത് ലുലു മാള് അതേപോലെ കോഴിക്കോട് ഒരുവിധം മാളുകൾ, ചെറിയ മാളുകൾ എല്ലാ നാടുകളിലും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് പഠിക്കുന്ന ആളുകൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടുതൽ നമുക്ക് വണ്ടി എങ്ങനെ സൈഡിലേക്ക് പോയാൽ എന്തൊക്കെ സംഭവിക്കും, സ്റ്റിയറിങ്ങിനെ കുറിച്ചുള്ളൊരു ഭയം അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഈ ഒരു വീഡിയോൻ്റെ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു
സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.